നമസ്കാരം. ശുക്രൻ നവഗ്രഹങ്ങളിൽ ആറാമതും ഗ്രഹങ്ങളിൽ ഏറ്റവും തിളക്കം ഉള്ളതുമാണ്. ലക്ഷ്മി ദേവിയാണ് ശുക്രന്റെ അധിപദേവത. ശുക്രൻ ഭൗതിക സുഖങ്ങൾ, കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം, അടുപ്പം, ആഡംബരം, സുഖം, വാഹനങ്ങൾ, ഇന്ദ്രിയ സംതൃപ്തി, അഭിനിവേശം, ആനന്ദം, ചൈതന്യം, അഭിവൃദ്ധി, ശാരീരിക ഭാവം എന്നിവയെ നിയന്ത്രിക്കുന്നതാകുന്നു. സ്നേഹം, സൗന്ദര്യം, പണം, ബന്ധങ്ങൾ എന്നിവയുടെ മൂർത്തി ഭാവമാണ് ശുക്രൻ. ശുക്രപ്രീതി കുറയുമ്പോൾ കടം, ദുരിതങ്ങൾ വിട്ടൊഴിയുന്നതല്ല, ഉയർച്ച ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. ദാമ്പത്യ സുഖം ആ വ്യക്തികൾക്ക് കുറയുന്നതുമാണ്. എല്ലാ തരത്തിലുള്ള ദുരിതവും വന്ന് ചേരുന്നതാകുന്നു. എത്ര വലിയ ദുരിതത്തിലും ശുക്രൻ ഉദിക്കുവാൻ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയെ മഹാലക്ഷ്മിയായാണ് സങ്കല്പിക്കുന്നത്. വെള്ളി പാദസരങ്ങൾക്ക് സൗന്ദര്യത്തിന് ഉപരിയായി ആരോഗ്യപരമായ ഗുണങ്ങളുമുണ്ട്. വെള്ളി പാദസരങ്ങൾ ആരോഗ്യപരമായ ഗുണങ്ങളോടൊപ്പം നെഗറ്റീവ് എനർജി ഒഴിവാക്കി പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതാകുന്നു. വെള്ളി സ്വാഭാവിക സൂക്ഷ്മ ജീവികളുടെ വളർച്ച കുറയ്ക്കുകയും കാൽ ശുചിത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വെള്ളി ആഭരണം ധരിക്കുന്നതിലൂടെ ശരീരത്തിലെ നീർവീഴ്ച, സന്ധിവാതം എന്നിവ കുറയ്ക്കുവാൻ സാധിക്കുമെന്നും വിദഗ്ധർ പരാമർശിക്കുന്നതാകുന്നു. സ്ത്രീകൾ കാൽവിരലിൽ വെള്ളിമിഞ്ചി അണിയുന്നതും ഗർഭപാത്രത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. വെള്ളി ആഭരണങ്ങൾ ഭൂമിയിൽ നിന്നുള്ള പോസിറ്റീവായ ഊർജത്തെ ആവാഹിച്ച് സ്ത്രീയുടെ പ്രത്യുൽപാദന ചക്രം ക്രമമാക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വെള്ളിപാത്രത്തിൽ ഭക്ഷണം കൊടുത്താൽ ജലദോഷ സംബന്ധമായ അസുഖങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയും. ചുരുക്കത്തിൽ വെള്ളി എന്ന ലോഹത്തിന് മനുഷ്യ ജീവിതത്തിലും ശരീരത്തിലും ഒട്ടനവധി പ്രാധാന്യമുണ്ട്. ജ്യോതിഷത്തിൽ ജാതകപ്രകാരം ചന്ദ്രന്റെ അനിഷ്ട സ്ഥിതി മൂലം ക്ലേശിക്കുന്നവർ വെള്ളി ആഭരണം ധരിച്ചാൽ ദോഷകാഠിന്യം കുറഞ്ഞിരിക്കും എന്നാണ് പറയുക. വെള്ളി ആഭരണ ധാരണം മനുഷ്യരിലെ അമിതമായ ക്രോധത്തെ നിയന്ത്രിച്ച് മാനസികപരമായ സുഖം പ്രദാനം ചെയ്യും എന്ന് ജ്യോതിഷ പണ്ഡിതർ പരാമർശിക്കുന്നതുമാണ്. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഒരു ലോഹമാണ് വെള്ളി. വെളുത്ത നിറമുള്ള വെള്ളി ആഭരണം ധരിക്കുന്നതിലൂടെ ശുക്രപ്രീതി ലഭിക്കും എന്നാണ് വിശ്വാസം. ഇതിനാൽ ജീവിതത്തിൽ ശുക്രപ്രീതിക്കായി വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ശുക്രപ്രീതി വർഷിക്കുവാൻ സഹായകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. വെള്ളിയാഴ്ച ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം മഹാലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസമാകുന്നു. ലക്ഷ്മി, മഹാവിഷ്ണു അഥവാ ശിവക്ഷേത്ര ദർശനം ഇന്നേ ദിവസം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ്. ഈ മൂന്ന് ദേവതകളുടെ അഥവാ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും നിങ്ങൾ ദർശനം നടത്തുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ്. വൈകുന്നേരം വിളക്ക്, നെയ്വിളക്ക് തെളിയിച്ച് വെള്ള പായസം അല്ലെങ്കിൽ വെള്ളക്കടല നേദിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് സവിശേഷമായ ഫലം നൽകും. ശ്രീ ലക്ഷ്മി സ്തുതി, അതേപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം, ലക്ഷ്മി അഷ്ടോത്തര ജപം എന്നിവ നടത്തുന്നത് ഏറ്റവും ഉത്തമവുമാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ശുക്രഗ്രഹ ദോഷം മാറും എന്നാണ് പറയുക. ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിനും സഹായകരം തന്നെയാകുന്നു. കൂടാതെ പൂയം നക്ഷത്ര ദിവസം ശയഗ്രഹ പൂജ നടത്തുന്നതും വിശേഷം തന്നെയാകുന്നു. പൂരം, പൂരാടം, ഭരണി ദിവസങ്ങളിൽ ശുക്രഗ്രഹ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. 108 തവണ മന്ത്രങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജപിക്കുകയാണ് എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകും. ഭരണി, പൂരം, പൂരാടം ദിവസങ്ങളിൽ ജപിച്ചാൽ ശുക്രപ്രീതിയാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ആ മന്ത്രത്തെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ശുക്രഗ്രഹ മന്ത്രം ഇപ്രകാരമാണ്: ഹിമകുന്ദ മൃണാലാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എന്നാണ് മന്ത്രം. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഹിമകുന്ദ മൃണാലാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എന്നാണ് മന്ത്രം. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ
നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രപ്രീതി വർദ്ധിക്കും എന്നാണ് പറയുക. തീർച്ചയായും ഏവരും ജപിക്കേണ്ടതായ മന്ത്രമാണ് ഇത്. ഇനി ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഈ നമ്പർ നിങ്ങളുടെ കൈകളിൽ എഴുതുക. എഴുതുന്നതിലൂടെ സർവ്വ സൗഭാഗ്യവും ഐശ്വര്യങ്ങളുമാണ് വന്നു ചേരുക. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. കയ്യിൽ തള്ളവിരലിന്റെ താഴെ തടിച്ച് ഉയർന്ന് നിൽക്കുന്നതായ ഭാഗം, ഇത് ശുക്രമണ്ഡലം എന്നാണ് പറയുക. ഇവിടെ തടിച്ചിരിക്കുന്നത് ശുക്രപ്രീതിയുള്ള വ്യക്തിയെ സൂചിപ്പിക്കുന്നതുമാണ്. ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ആ വ്യക്തികൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും. അതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. 6 എന്ന നമ്പറാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്നാൽ വെറുതെ എഴുതുവാൻ പാടുള്ളതല്ല. ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതിനുള്ളിലായി തന്നെ 6 എന്ന നമ്പർ എഴുതുക. എന്നാൽ എഴുതുന്നതായ സമയത്ത് ആ നിറത്തിന് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. നീല അല്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ ചുവന്ന മഷിയിലാണ് എങ്കിലും എഴുതാവുന്നതാണ്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഇപ്രകാരം എഴുതുന്നതിലൂടെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധി, ഇപ്പോൾ ലഭിക്കുന്നതായ അഭിവൃദ്ധി ഇരട്ടിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യം ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ കാര്യം ചെയ്യുമ്പോൾ രാവിലെ കുളിച്ച് ശുദ്ധി ആയതിനു ശേഷം മാത്രമേ ഇപ്രകാരം ചെയ്യുവാൻ പാടൂ, അഥവാ കൈവെള്ളയിൽ എഴുതാൻ പാടൂ എന്ന കാര്യം ഓർക്കുക. ശുദ്ധിയില്ലാതെ ഇത് എഴുതുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല. അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുക. പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ ഫലം സിദ്ധിക്കൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക.